ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഡിസൈനർ ബേബി ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് റെഡിമെയ്ഡ് സ്റ്റിച്ചിലൊരു ഫ്രോക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിതിൻ്റെ ബോഡി പാർട്ട്, അതായത് ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് വിശദീകരിച്ചിട്ട് കാണിക്കുന്നില്ല. ഇതിനു മുമ്പ് നമ്മളൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കൂടി കണ്ടു നോക്കൂ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രോക്ക് ചെയ്യുന്നത്. ചെറിയൊരു ത്രെഡ് വർക്കും സീക്വൻസിൻ്റെ വർക്കും വരുന്നൊരു സംഭവമാണ്. ഇത് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ താഴെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു നെറ്റാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് നെറ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് സാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ ഏത് കളറാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അതിൻ്റെ താഴെ ഞാൻ 2 ലൈനിങ് പീസ് കൊടുക്കുന്നുണ്ട്. കോട്ടണിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രോക്ക് ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫ് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം. ഞാനിതിവിടെ ഒരു 6 വയസ്സുള്ള മോളുടെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് മോളുടെ അളവ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന അളവ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് പീസ് ഒരു പീസും നമ്മുടെ മെയിൻ ഫാബ്രിക് ഒരു പീസും ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലുള്ള പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ നല്ല വശം നമ്മൾ അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് കൈക്കുഴി നെക്ക് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ബാക്കിലുള്ള പാർട്ടിൽ ഞാൻ ജിബാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ജിബ് അറ്റാച്ച് ചെയ്യുമ്പം 2 പീസാക്കി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ 3/4 ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബോഡി ജിബുമായിട്ട് അറ്റാച്ച് ചെയ്തു. അതുപോലെ ഷോൾഡർ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഒരു ബാൻഡാണ് വേണ്ടത്. ഇവിടെ ഡബിൾ ബാൻഡാണ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ 2 ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് 6 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബോഡിയുടെ വിഡ്ത്ത് എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ഈ 2 ഫാബ്രിക്കിൻ്റെയും വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ കണ്ടില്ലേ, മറ്റേ ഫാബ്രിക്കിന് ഞാൻ 5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. രണ്ടും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചീത്തവശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് 2 ഫാബ്രിക്കും മടക്കിയെടുക്കുക. അതിനുശേഷം ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിലാക്കിയിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. നമുക്കിത് നമ്മുടെ ബോഡിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇരുവശങ്ങളിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ സെൻറ്ററിലല്ല, ഒരു 3/4 പോർഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ചിങ്ങിന് ശേഷം കാണിച്ചു തരുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാം. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പിറകിൽ കെട്ടാനുള്ളതിൻ്റെ ബാൻഡും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 28 ഇഞ്ചാണ് ഞാൻ ഇതിന് നീളം എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ കുറച്ചൊരു വലിയ ബാൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലെങ്ത്ത് 28 ഇഞ്ചും വിഡ്ത്ത് 7 ഇഞ്ചുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് നടുമടക്കിയെടുക്കാം. ഓക്കെ, ഇതുപോലെ നടുമടക്കിയതിന് ശേഷം നമ്മുടെ 2 പീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് ഏതൊരു ഷേപ്പിലാണ് വേണ്ടത് അതൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതേ ഈ ഒരു വശത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേ വേണം നമുക്കിത് പുറംതിരിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ 2 ബാൻഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ നമ്മുടെ ബോഡി പാർട്ടും നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ബാൻഡുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ 3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞത്. ഇത് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് ഫ്ലവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ബാൻഡ് നമുക്കൊന്ന് പുറംതിരിച്ചെടുക്കാം. ഓക്കെ,
കണ്ടില്ലേ, ഞാനിപ്പോൾ ബാൻഡ് പുറം തിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു വലിപ്പമുണ്ട്. ഞാൻ പറഞ്ഞു വലിപ്പം ഇത്ര വേണ്ടാത്തവർക്ക് ഇത്ര ഫാബ്രിക് എടുക്കേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. നമുക്കിത് ഇതുപോലെ നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം പിടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇതുപോലെ ഇരുവശങ്ങളിലും നമുക്ക് നമ്മുടെ ഈ ഒരു ബാൻഡ് നമ്മുടെ ബോഡിയുടെ താഴ്ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്കായിട്ടൊന്ന് ഇതുപോലെ വെച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് പിൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഇരുവശങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ബോഡിയുടെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സമചതുരത്തിലാണ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നത്, കണ്ടില്ലേ. അതിനുശേഷം അതിനെ 4 ആയിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഒരു 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ 1.25 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ അതായത് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ സൈഡിൽ ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒന്നുകൂടി അകത്തേക്ക് മടക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കോണോട് കോണാക്കി മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്കിതിന് ചുറ്റിലും ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ 6 മടക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഇതാ ഈ ഒരു മെത്തേഡാണ്, അതായത് മെത്തേഡല്ല, നമ്മൾ ഈ വേസ്റ്റ് വിഡ്ത്തിൻ്റെ 6-ൽ1 ഭാഗമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് 24 ഇഞ്ചാണ്. 24/6 4 ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത്. കണ്ടില്ലേ, അപ്പം എനിക്കിവിടെ 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പം നമുക്ക് കുറച്ചൊരു ചുരുക്കിട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 ഇഞ്ചിൽ നിന്നും കുറച്ചൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 4 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. സോറി, 4.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ചൊരു 3 ചുരുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഉടുപ്പിൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പം നമുക്ക് 4 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 4.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാനിവിടെ 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനിൽ ലെങ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മേലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ വരയിൽ നിന്നും ഇതുപോലെ താഴേക്ക് ഇതുപോലെ ടാപ്പ് ഒന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണ് അതിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് പോകും. 1/2 ഇഞ്ച് താഴെ നമുക്ക് 1/4 ഇഞ്ച് വെച്ചിട്ട് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ടോട്ടൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. കണ്ടില്ലേ, അപ്പം നമ്മുടെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ടാപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ചെറുതായി പോയിന്റ് ചെയ്ത് പോയതിന് ശേഷം അവസാനമാണ് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ലെങ്ത്തും വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഈ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക്കിലും സെയിം മെഷർമെൻറ്റിൽ ചെയ്തെടുക്കണം. നമ്മൾ ലെങ്ത്ത് മാത്രം ഒരിത്തിരി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മുടെ നെറ്റിന് ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ഈ ലൈനിങ് പീസിനേക്കാൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഇതുപോലെ 1 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. നമ്മുടെ ലൈനിങ് പീസിനേക്കാൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതുപോലെ തന്നെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് പീസ് 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അതിന് ഇതിൽ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ലെങ്ത്ത് കുറച്ചിട്ട് എടുത്താൽ മതി കോട്ടൻ്റെ ലൈനിങ് പീസ്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസ്. ഇത് 2 ലൈനിങ് പീസ് ഉണ്ട്, കോട്ടൻ്റെ, സാറ്റിൻ്റെ ഒരു ലൈനിങ് പീസ്, നെറ്റിൻ്റെ ഒരു പീസ്, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് സ്ട്രിപ്പ് നെറ്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് വീതിയും 60 ഇഞ്ച് നീളമുള്ള 2 പീസ് നെറ്റാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, സ്റ്റിഫ് നെറ്റ് ഞാനിവിടെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ഞാനിവിടെ ഈ ലൈനിങ് പീസ്, കോട്ടൻ്റെ ലൈനിങ് പീസിൽ അതായത് 4 ഭാഗങ്ങളിൽ കറക്റ്റ് അളവിലാക്കിയിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അതിനുശേഷം നമ്മൾ ഈ ഒരു 4 പോർഷനിലും ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടിട്ട് നമുക്ക് എത്ര ചുരുക്ക് കിട്ടുന്നുണ്ട് അത്രയും നമ്മളിതിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് ചുറ്റിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ചുറ്റിലും ഒരേപോലെ ചുരുക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിന് മുകളിലായിട്ട് നമ്മൾ അടുത്ത കോട്ടൻ്റെ ലൈനിങ് പീസ് തന്നെയാണ് വെക്കുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ അടുത്ത ലൈനിങ് പീസ് കോട്ടൻ്റെത് വെച്ചെടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ സാറ്റിനെ കൊണ്ട് നമ്മൾ വെട്ടിയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ആ ലൈനിങ് പീസും ഇതുപോലെ തന്നെ ഒന്ന് വെച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് നമുക്ക് ഇതിന് ചുറ്റിലൊരു സ്റ്റിച്ച് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതിന് ചുറ്റിലൊരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ലൈനിങ് പീസുകൾ മുഴുവനായിട്ട് കൂട്ടിപ്പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ അംബ്രല്ല സ്കേർട്ടിന് ചെയ്തെടുക്കാറ്. ബാൻഡ് മാത്രം നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. ഈ ഫ്രോക്കിൻ്റെ ബോഡിക്ക് പകരം നമ്മൾ ബാൻഡ് എലാസ്റ്റിക് ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് അംബ്രല്ല സ്കേർട്ട് റെഡിയാകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക് കൂടി ഇതിന് മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കറക്റ്റ് വിരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെറ്റിൻ്റെ ഫാബ്രിക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുത്ത് കൊടുത്തിരുന്നു. ആ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതം അകത്തേക്ക് വരുന്ന രീതിയിൽ 8 ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ട് ഞാൻ ഇതിന് ചുറ്റും പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒരു 1/4 ഇഞ്ച് വീതം അകത്തേക്ക് മടക്കിയിട്ടുള്ള ഒരു ചെറിയ പ്ലീറ്റ്സ് ആണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ചുറ്റിലും ഒരു 8 പ്ലീറ്റ്സ് ആണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ മെഷീനാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ സ്കേർട്ട് പോർഷൻ്റെ താഴ്ഭാഗം മുഴുവൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലോക്കാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മെഷീൻ വെച്ചിട്ട് 1/4 ഇഞ്ച് വീതം അകത്തേക്ക് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ നമ്മുടെ നെറ്റിൻ്റെയും ലൈനിങ് പീസും എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇവിടെ റെഡിയായി. നമുക്കിത് സ്കേർട്ട് ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെയും ഫുൾ സ്റ്റിച്ചിങ് തീർത്ത് വെച്ചതായിരുന്നു. നമ്മളിതുപോലെ ഒന്ന് എടുക്കുക.
അതിനുശേഷം ഇതുപോലെ നമുക്കിതൊന്ന് നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മുടെ ബോഡിയുടെയും അതുപോലെ സ്കേർട്ട് പോർഷൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നമ്മുടെ ബോഡിയേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് ഇതുപോലെ വിടുത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ചല്ല 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രണ്ടിൽ ഒരു 3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ടിലുള്ള ആ പാർട്ടിൽ മാത്രം ഞാൻ ഒരു 3 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊന്നും പ്ലീറ്റ്സ് ഇല്ല. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്ക് നമുക്ക് പുറം തിരിച്ചെടുത്തിട്ട് നോക്കാം. നല്ല ഫിനിഷിങ്ങോട് തന്നെയാണ് നമുക്കിപ്പോൾ ഫ്രോക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഫ്രോക്ക് എന്നല്ല, എന്തൊരു കാര്യം സ്റ്റിച്ച് ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിച്ചിട്ട് കുറച്ചൊരു സമയം എടുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇനി ഞാൻ ഈ ഫ്രോക്കിലൊരു ഫ്ലവറാണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ഫ്രോക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഫ്രോക്ക് കാണാൻ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തു നോക്കാം. ഇവിടെ ഫ്രോക്കിൻ്റെ പിറകുവശം ഇപ്പോൾ ഇതേപോലെയാണ് ഉള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് വഴി അറിയിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റഡ് വീഡിയോസ് ചോദിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാം. കുറച്ചൊരു ടൈം മാനേജ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എങ്കിലും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.